ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് ഇതിന്റെ വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, അപൂർവമായ സംഭവമാണ് കോടതി വിധിക്കെതിരെ ഇത്തരത്തിൽ കോടതി ഉത്തരവുകൾക്കെതിരെ ഇത്തരത്തിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് മാർച്ച് ചെയ്യുകയാണോ? എന്തൊക്കെയാണ് അവർ പറയുന്നത്? വിശദാംശങ്ങളിലേക്ക് പോയാൽ. മുഖ്യമന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെ 8 പേരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഉത്തരവുണ്ടായിരുന്നു. ഈ വിധി പ്രചോദിതരായാണ് ഇപ്പോൾ ഒരു സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി വിജിലൻസ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. വിജിലൻസ് കോടതി ജഡ്ജിയെ പ്രതിഷേധം വിജിലൻസ് കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. ജഡ്ജിക്കെതിരായ നോക്കിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ 30ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധക്കാരെ ഇപ്പോൾ കോടതി പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുന്നുണ്ട്. ഉച്ചയോടെയാണ് സോളാർ കേസിൽ സരിതയുടെ ആരോപണങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പൊതുപ്രവർത്തകനായ CD ജോസിന് സമർപ്പിച്ച ഹർജിയെ തുടർന്ന് വിജിലൻസ് കോടതി മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മന്ത്രി ആര്യാടൻ മുഹമ്മദ്, മുൻ മന്ത്രി ഗണേഷ് കുമാർ, ആര്യാടൻ മുഹമ്മദിന്റെ സെക്രട്ടറി PA കേശവൻ, ഗണേഷ് കുമാറിന്റെ മുൻ സെക്രട്ടറി ജിക്കുമോൻ ഡെനി ജോസൻ, സരിത എസ് നായർ എന്നിവരെ പ്രതി ചേർത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടത്. സർക്കാർ അധികാരികളും ഈ വിഷയങ്ങളെല്ലാം ചേർക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും കോടതി അതിനൊന്നും വഴങ്ങാതെ തന്നെ 3 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഏപ്രിൽ 14-നകം ഈ കേസിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേട്ടുകേൾവിയില്ലാത്ത പോലൊരു പ്രതിഷേധം, അതും കോടതിക്കെതിരെ ജഡ്ജിയുടെ പ്രതീകാത്മകമായി ശവമഞ്ചത്തിൽ കിടത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു പരാമർശം, ഒരുപക്ഷെ പാമോലിൻ കേസിൽ ഇതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ പരാമർശം നടത്തിയ ജഡ്ജിക്കെതിരെയും ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയശങ്കർ, നേരത്തെ ജഡ്ജി പാകിസ്ഥാൻകാരൻ എന്ന ആരോപണത്തിന് വിധേയനായെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ, ആര്യാടൻ മുഹമ്മദിനെതിരെ നിയമപരമായ നീക്കം നടത്തിയ തൃശൂർ വിജിലൻസ് ജഡ്ജിനെ കുറിച്ചും അത്തരത്തിലൊരു പരാമർശവുമായി അല്ലെങ്കിൽ അതിന് സമാനമായ പ്രതിഷേധവുമായി ശവമഞ്ചമേന്തി യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധം നടത്തുകയാണ്. എങ്ങനെ കാണാം ഇതിനെ? ലജ്ജാകരമായിട്ടുള്ള, അപമാനകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിയാം. അതുകൊണ്ട് നമുക്ക് അവരോട് ക്ഷമിക്കാനും സാധിക്കുകയില്ല. പക്ഷേ ഇത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നിലവാരത്തിൽ തന്നെയുള്ള നടപടികൾ ഇതാണ്. ശ്രീ രാഹുൽ ഗാന്ധിക്കും അതുപോലെ സോണിയാഗാന്ധിക്കും എതിരെ കോടതി നോട്ടീസ് അയക്കാൻ, അവരോട് കോടതിയിൽ ഹാജരാകാൻ പറയുകയും ചെയ്തതിന് എത്രയോ ദിവസങ്ങളാണ് ഇവർ പാർലമെന്റ് തടസ്സപ്പെടുത്തിയത്. അവരുടെ സംസ്കാരം അതാണ്. കോൺഗ്രസ്സുകാർക്ക് അഴിമതി നടത്താനുള്ള അവകാശം ജന്മസിദ്ധമായിട്ടുള്ളതാണ്, ദൈവദത്തമായിട്ടുള്ളതാണെന്ന് അവർ വിചാരിക്കുന്നു. അപ്പൊ അഴിമതിക്കെതിരെ തടസ്സം പിടിക്കുന്ന ആളുകളൊക്കെ അവർ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നു. അണ്ണാ ഹസാരെ ഡൽഹിയിൽ നിരാഹാര സമരത്തിന് വന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചില്ലേ? അഴിമതിക്കെതിരെ സമരം ചെയ്തത് വലിയ തെറ്റാണെന്നാണ് നമ്മുടെ AK ആന്റണി പോലുള്ള ആദർശ ധീരന്മാരടക്കം ധരിച്ചു വെച്ചത്. P ചിദംബരത്തെ പോലുള്ള ആളില്ല. അവർക്കിപ്പോ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ കിടക്കല്ലേ? അങ്ങനെ ചവറ്റുകൊട്ടയിലേക്ക് പോകേണ്ടി വരുമോ ഉമ്മൻചാണ്ടിക്ക് എന്നാണോ? എന്താ സംശയമുള്ളത്? അദ്ദേഹത്തിന് ചവറ്റുകൊട്ടയിലെങ്കിലും സ്ഥലം കിട്ടുമെന്നാണ് എനിക്ക് സംശയമുള്ളത്. അല്ല ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് ഇപ്പോൾ ലളിതകുമാരിയും UP സർക്കാരും ഒന്നുമില്ലേ? അതായത് ഇത്തരത്തിലൊരു പരാമർശം ഏത് പൗരനും കൊടുക്കാമെന്നിരിക്കെ അങ്ങനെയുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ജുഡീഷ്യറിയുടെ ഒരു കടമ മാത്രമാണ് ഇന്ന് തൃശൂർ വിജിലൻസ് കോടതിയിൽ നിന്നെത്തിയത്. അപ്പോൾ തന്നെ അസഹിഷ്ണുത തുടങ്ങി. ഒരു പക്ഷേ ഇത്തരത്തിൽ അസഹിഷ്ണുത ഉള്ളവരാണെങ്കിൽ ഇവരുടെ നേതൃത്വത്തിൽ എന്ത് അന്വേഷണം എങ്ങനെ പുരോഗമിക്കും? ആശങ്ക കൂടുകയല്ലേ ചെയ്യുന്നത്? അത് അവരുടെ സാധാരണ രീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അണ്ണാ ഹസാരെ ജയിലിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച അദ്ദേഹം എന്ത് കുറ്റം ചെയ്തിട്ടാ? അദ്ദേഹം അഴിമതിക്കെതിരെ സമരം ചെയ്യാൻ ഡൽഹിയിൽ വന്നു എന്നുള്ളൊരു കുറ്റം അദ്ദേഹം ചെയ്തുള്ളൂ. അതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ സാധാരണ രീതി ഇതാണ്. കേസ് വിധിക്കുന്ന ജഡ്ജിക്കെതിരായിട്ട് പ്രകടനം നടത്തും. ആ ജഡ്ജി ഹനീഫ പാകിസ്ഥാൻകാരനാണ് എന്ന രീതിയിൽ വാദിച്ചു. അപ്പൊ ഇതുപോലെ ഓരോരുത്തർക്കെതിരായിട്ട് ഇതുപോലുള്ള നടപടികളാണ് അവർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ശിക്ഷ കൊടുക്കേണ്ടത് ജനങ്ങളാണ്. തീർച്ചയായും ആ ജനങ്ങളുടെ ശിക്ഷയ്ക്കൊരു അവസരം സൃഷ്ടിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഒരു പ്രസക്തമായ കാര്യമല്ലേ? യഥാർത്ഥത്തിൽ ശ്രീ ജയശങ്കർ, ഇന്ന് തൃശൂർ വിജിലൻസ് കോടതിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശവുമായി യൂത്ത് കോൺഗ്രസ്സുകാർ വരുന്നതിനെ രാഷ്ട്രീയമായും ചരിത്രപരമായും ഒന്ന് കുറിക്കാനാകുമോ ഈ നിമിഷത്തിൽ? അല്ല, അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മരണമണിയാണ് മുഴങ്ങുന്നത്. മുസ്ലിം ലീഗുകാർ പോലും ഇതുപോലത്തെ തെമ്മാടിത്തരം കാണിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു പാർട്ടിക്കാരും ചെയ്തിട്ടില്ല. ഇതൊക്കെ ശുദ്ധ തോന്നിവാസമാണ്, തെമ്മാടിത്തരമാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ധൈര്യമാണ് അവർക്കുള്ളത്.
ഇതിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായിട്ട് തോന്നുന്നത് നമ്മുടെ VM സുധീറിന്റെ കാര്യമാണ്. അദ്ദേഹം വലിയ ആദർശത്തിന്റെ ഹെഡാഫീസാണല്ലോ, ജനരക്ഷാ യാത്ര നടത്തുകയാണ്. ഇതുപോലുള്ള ഏഴാങ്കൂലികളിൽ നിന്നാണ് ജനങ്ങളെ അദ്ദേഹം രക്ഷിക്കേണ്ടത്. മനസ്സിലായില്ലേ? പക്ഷേ സുധീരന്റെ വാക്കുകൾ എന്നത് മറ്റൊന്നാണ്. സുധീരൻ ഇതുവരെ തുടർന്ന് വന്ന ഒരു ആദർശ ധീരതയുടെ പ്രതിധ്വനി ഈ വിഷയത്തിൽ കാണുന്നില്ല. അതെന്തായിരിക്കും? അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അദ്ദേഹം ആദർശത്തിന്റെ ഏക്കാരനേക്കാൾ വലിയ ആദർശക്കാരനായിട്ടാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സുധീരൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഇനിയിപ്പോ അഴിമതിക്കാരുടെ കൂടെ നടന്ന് അദ്ദേഹവും അതിന്റെ പങ്കുപറ്റാൻ തുടങ്ങിയെന്ന് അറിയില്ല. അതാണ്, അതായത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്ന് നടത്തിയ പ്രതിഷേധം, ഒരുപക്ഷെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം ശവമഞ്ചവും ഏന്തിയിട്ടാണ് കോടതിയുടെ മുഖത്തേക്ക് നടന്നു പോകുന്നത്. ഒരുപക്ഷെ പാമോലിൻ കേസിലും ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് പോലും അത്തരം ഒരു പരാമർശം ഞങ്ങൾ സഹിക്കില്ല എന്ന യൂത്ത് കോൺഗ്രസിന്റെ ധാർഷ്ട്യം ജനാധിപത്യത്തിനെതിരെ ഉള്ളതാണോ, അതോ അവരുടെ നേതാവിനെ ഉയർത്തിപ്പിടിക്കാനുള്ള സ്വാഭാവിക ജനാധിപത്യ സ്വാതന്ത്ര്യമാണോ? എങ്ങനെയാണ് ഇതിനെ? അല്ലാതെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധി രാജിവെക്കേണ്ട എന്ന് പറഞ്ഞ് ആദ്യം ടെലഗ്രാം അടിച്ചത് ആരാന്നറിയാമോ? ആന്റണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കരുണാകരൻ ചോദിച്ചത്. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് വിധി വന്നാലും രാജിവെക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ സ്വാഭാവികമല്ലേ? അന്ന് ഇന്ദിരാഗാന്ധി, ഇന്ന് ഉമ്മൻചാണ്ടി. ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്ന് DK ബെർവ എന്ന് പറഞ്ഞ അന്നത്തെ AICC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഇപ്പൊ ഇനി VM സുധീരൻ പ്രഖ്യാപിക്കട്ടെ, ഉമ്മൻചാണ്ടിയാണ് കേരളം, കേരളമാണ് ഉമ്മൻചാണ്ടി. അപ്പൊ സംഗതി ആ നിലവാരത്തിലെത്തി. ആ നിലവാരത്തിലേക്ക് തന്നെ സുധീരനും താഴുകയാണ് എന്നാണ് താങ്കൾ നിരീക്ഷിച്ചത്? അല്ല, സുധീരൻ ആ നിലവാരത്തിലേക്ക് ഉയരുകയാണ്, താഴുകയല്ല. തീർച്ചയായും. ശ്രീ ജയശങ്കർ, അതായത് ഒരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ സമരങ്ങളിൽ പുലർത്തേണ്ട, പ്രതിഷേധങ്ങളിൽ പുലർത്തേണ്ട ഒരു മര്യാദ കൂടിയുണ്ട്. അതുകൂടി ഇവിടെ ലംഘിക്കുന്നു. അവർ ഉദ്ദേശിക്കുന്ന വാദത്തെ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിക്കാം എന്നതിനപ്പുറത്തേക്ക് ജഡ്ജിയുടെ ശവമഞ്ചവുമായി പോകുന്നു. അതാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്ന രീതി. അത് അവരുടെ നിലവാരം അനുസരിച്ചല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അവരുടെ ബുദ്ധി നിലവാരം അനുസരിച്ചാണ് അവർ പ്രതിഷേധിക്കുന്നത്. അതിപ്പോ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും? യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റും? നമ്മൾ ആര് കഴിച്ചാലും ഒരു രക്ഷയും കിട്ടുകയില്ല. അതായത് K ബാബുവിന്റെയും KM മാണിയുടെയും മെറിറ്റിലേക്ക് ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും എത്തിയിരിക്കുകയാണ്. എന്നിട്ടും KM മാണി എത്രയോ മാന്യനായിരുന്നു. അദ്ദേഹം ഭരണഘടന വ്യാഖ്യാനിക്കുന്ന ഉണ്ണിയാടനെ കൊണ്ട് കോടതി വിധിയുടെ ഒരു വ്യാഖ്യാനം ചമയ്ക്കാനും അല്ലേ ശ്രമിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തെ കൊണ്ട് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ചേർന്ന് രാജിവെപ്പിച്ചു. അദ്ദേഹം വീട്ടിൽ പോയി. അദ്ദേഹത്തിന് കുറച്ചൊരു മാന്യത ഉണ്ടായിരുന്നു, കുറച്ചെങ്കിലും ഉളുപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇവർക്ക് ആ ഒരു വാക്ക് ഈ പറഞ്ഞ ആളുകളുടെ നിഘണ്ടുവിലില്ല. അതാണ് സത്യം. യഥാർത്ഥത്തിൽ അല്ല ജയശങ്കർ, അത് തന്നെയാണ്. അതായത് K ബാബുവും KM മാണിക്കും ഇതിന് സമാനമായ ഒരു FIR രജിസ്റ്റർ ചെയ്യണമെന്ന കോടതിയുടെ പരാമർശം എത്തി. ആ മെറിറ്റിലേക്ക് എത്തിയപ്പോൾ തന്നെ അവർ രാജിവെച്ചു. അതേ മെറിറ്റിൽ നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി. എന്നിട്ട് ഉമ്മൻചാണ്ടി ജഡ്ജിയിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരെ പറഞ്ഞ് പ്രതിഷേധത്തിനായി അയക്കുന്നു. ഈ രീതി ആശാസ്യമാണോ? അല്ല, ഇത് ആശാസ്യമല്ലെന്ന് നമുക്കറിയാം. പക്ഷെ അവരുടെ നിലവാരത്തിലല്ലേ അവർക്ക് കാര്യങ്ങളെ കാണാൻ കഴിയുള്ളൂ. അവരെ വച്ചിട്ടാണല്ലോ മറ്റുള്ളവർ അളക്കുന്നത്. ഇപ്പൊ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ ഒരു ജഡ്ജി ഉത്തരവിട്ടാൽ അത് വലിയൊരു ധിക്കാരമായിട്ടാണ്, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് അവർ കാണുന്നത്. ഇവിടെ ജസ്റ്റിസ് ഹറൂൺ റഷീദ് ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തെ പറ്റി ജസ്റ്റിസ് റഷീദിനെ കുറിച്ച് ഇവിടെ സാംസ്കാരിക മന്ത്രിയായിരിക്കുന്ന KC ജോസഫ്, അദ്ദേഹം കേസിൽ കൂടി ഉയർന്നു വന്ന ഒരു നേതാവാണ്. KC ജോസഫ് നടത്തിയ പരാമർശങ്ങൾ എന്തൊക്കെയായിരുന്നു? ജഡ്ജി ഉമ്മൻചാണ്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന്. ഞാൻ ഈ ജോസഫിനോട് ചോദിച്ചു, ഈ ബ്ലാക്ക് മെയിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ സാംസ്കാരിക മന്ത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അപമാനമല്ലേ എന്ന് ചോദിച്ചു. അതെ, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, നമുക്ക് പ്രത്യേകിച്ച് ചരിത്രവും കേരള ചരിത്രവും കേരള രാഷ്ട്രീയവും ഒക്കെയായി ബന്ധപ്പെട്ട് ലേഖനങ്ങൾ എഴുതി നമ്മളൊക്കെ വായിക്കുന്ന ആൾ കൂടി. അതായത് ചാരക്കേസുമായി ബന്ധപ്പെട്ട് കരുണാകരൻ നേരിട്ട സാഹചര്യത്തിൻ്റെ സമാനമാണോ, അതിനേക്കാൾ ഉയർന്ന അവസ്ഥയിലാണോ ഇപ്പോൾ ഉമ്മൻചാണ്ടി നിൽക്കുന്നത്? ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധവുമായി തൃശ്ശൂർ വിജിലൻസ് കോടതിയിലേക്ക് ജഡ്ജിന്റെ ശവമഞ്ചവുമായി പോകുന്ന ഘട്ടത്തിൽ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ K കരുണാകരൻ എത്രയോ ജനാധിപത്യ ബോധമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് രാജൻ കേസിലുണ്ടായ പരാമർശം എന്താണ്? അത് ഓർമ്മയുണ്ടോ? കോടതി മുമ്പാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സത്യം മറച്ചു വെക്കാനാണ്, അല്ലാതെ സത്യം തുറന്നു പറയാനുള്ള ശ്രമമല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് ഒറ്റ പരാമർശമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. അന്ന് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടത് ഇന്നത്തെ ആദർശ ധീരന്മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയും KC ജോസഫും ഒക്കെ തന്നെയായിരുന്നു. സുധീരനും അദ്ദേഹം രണ്ടാമതൊന്നും മറുത്തു പറയാതെ രാജിവെച്ച് പോവുകയും ചെയ്തു. ഇപ്പോൾ ഇവര് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട് അദ്ദേഹം പരലോകത്തിരുന്ന് കണ്ണിറുക്കിച്ചിരിക്കുന്നുണ്ടാവും. അതാണ് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ ദയവായി ലൈനിൽ നിൽക്കണം. ഇപ്പോൾ നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് PS സലീം കൂടി ചേരുകയാണ്. ശ്രീ PS സലീം, ലളിതകുമാരിയുമില്ല, ഉത്തർപ്രദേശുമില്ല,
ഉമ്മൻചാണ്ടിക്കെതിരെ ഉത്തരവെത്തിയാൽ ആ ജഡ്ജിയുടെ ശവമഞ്ചം ചുമക്കും. ഇതാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്ത. PS സലീം, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും ഒരു നീതിന്യായ സ്ഥാപനത്തിനെതിരായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ഒരു മിനിറ്റ്. ഇത് നിങ്ങൾ ഇതൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ വലിയ ഇവിടെ കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ ഡിവൈഎഫ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഒരു വിധി ഉണ്ടായാൽ, ഒരു പരാമർശം ഉണ്ടായാൽ അതിനെതിരായി അസഹിഷ്ണുതയോടെ പ്രതികരിക്കുന്ന ഒരു പാരമ്പര്യവും സംസ്കാരവും ഞങ്ങൾക്കില്ല. അതും ശ്രീ PS സലീം, ആ മെറിറ്റും ഈ മെറിറ്റും അല്ല, അത് പൊതുയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന ഒരു പൊതുപ്രശ്നത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്. അത്തരത്തിലൊരു കുറ്റാരോപണിതനാകുന്ന ആളിന് വേണ്ടി ശവമഞ്ചം ജഡ്ജിയുടെ ചുമക്കുന്നതും വ്യത്യാസമാണ്. ശ്രീ PS സലീം, നമുക്ക് വിഷയത്തിലേക്ക് എത്താം. അല്ല, ഇത് നിങ്ങൾ ഓരോ സംഭവങ്ങളെയും വ്യത്യസ്തമായ രീതിയിൽ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് അതൊന്നുകൂടി വളരെ വിനീതമായി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ചുകൂടി മാധ്യമ വിചാരം നടക്കുമ്പോൾ അതിൽ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പക്ഷപാതിത്വം ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനം ആദ്യം നമുക്കുണ്ടാവണം. തീർച്ചയായും ഇവിടെ ഹൈക്കോടതി വിധിക്കെതിരായി പരാമർശം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ജയരാജനെതിരെ വിധി ഉണ്ടായപ്പോൾ, അന്നൊക്കെയും ഹൈക്കോടതിക്കെതിരായി കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനത്തിനെതിരായി വൈകാരികമായി പ്രതികരിച്ചു എന്ന് പക്ഷേ ഉപയോഗിക്കുന്നില്ല. പരസ്യമായി കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ ചുംബൻ എന്ന് വിളിക്കാൻ. ശ്രീ PS സലീം, ആ മാതൃകയാണോ നിങ്ങൾ പിൻപറ്റുന്നത്? ആരോപണം നടത്തിയ ജസ്റ്റിസ് ഹനീഫയെ പാകിസ്ഥാൻകാരനെന്ന് വിളിച്ചു. അത്തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അന്വേഷണം നടത്തണമെന്ന് മാത്രമേ പ്രതികരിച്ചുള്ളൂ. തന്റെ മുമ്പിലെത്തിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജിനെതിരെ ശവമഞ്ചം ചുമന്ന് പ്രതിഷേധം നടത്താൻ യൂത്ത് കോൺഗ്രസുകാർക്ക് ആരധികാരം തന്നു എന്ന് ജനങ്ങൾ നിങ്ങളോട് ചോദിക്കില്ലേ? മറുപടി പറയേണ്ടത് ശ്രീ PS സലീം. തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജിയുടെ ഇന്നത്തെ വിധിന്യായം ഒരുപക്ഷെ കേരളത്തിന്റെ നീതിന്യായ രംഗത്ത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യേണ്ട ഒന്നാണെന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഈ വിധി അസാധാരണം എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ പൂർത്തിയാവുന്നതിന് മുമ്പ്. താങ്കൾ അഡ്വക്കേറ്റ് ആണ്, പ്രമുഖനായ ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിലല്ല, ഒരു സമകാലിക സംഭവ വികാസങ്ങളെ നിഷ്പക്ഷതയോടെ കാണുന്ന ഏതൊരാൾക്കും തോന്നുന്ന സ്വാഭാവികമായ സംശയങ്ങളുണ്ട്. ഇവിടെ സരിതായുടെ വെളിപ്പെടുത്തൽ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ്, അവരുടെ സ്റ്റേറ്റ്മെന്റിൽ അവർ കയ്യൊപ്പ് വെക്കുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി വാസന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ്, ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കണം. അല്ല, ഇത് ഇവിടെ ക്ലിപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്, നടപടിക്രമങ്ങൾ വേണ്ടേ? കേരളത്തിലെ ശ്രീ PS സലീം, തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് താങ്കളുടെ പരാമർശങ്ങൾ. അതായത് സരിത പറഞ്ഞിട്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അതിന്റെ മുന്നേ മല്ലേലി ശ്രീധരൻ നായർ, TC മാത്യു അടക്കമുള്ളവർ നടത്തിയ പരാമർശങ്ങൾ, ജിക്കുമോനും സെലിം രാജും നടത്തിയ പരാമർശങ്ങൾ, ഇതിനോടൊക്കെ കൂട്ടിവായിക്കുമ്പോൾ സരിത പറഞ്ഞതിന് ഒരു വ്യതിരിക്തതയുമില്ല. ആകെ വ്യതിരിക്തമായി നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മാത്രം പരാമർശങ്ങളാണ്, മൊഴിയാണ്. ഈ സാഹചര്യത്തിൽ, ഇത്തരത്തിലൊരു ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷിക്കണം എന്നതാണ് ജോഷിയുടെ പൊതു താല്പര്യ ഹർജി. ആ പൊതു താല്പര്യ ഹർജിയെ തുടർന്ന് ഇത്രയേറെ ഇങ്ങനെയൊക്കെ തെളിവുകൾ എത്തുമ്പോൾ താങ്കളും താങ്കളുടെ ചെന്നിത്തലയും ഒക്കെ പറയുന്നത് പോലെ ലളിതകുമാരി VS ഉത്തർപ്രദേശ്, ഇതൊക്കെ ഇവിടെ ആപ്ലിക്കബിളല്ലേ? ഇതൊക്കെ ഒരു വല്ലാതെ എങ്ങോട്ട് ഒരു കോഗ്നിസബിൾ ഓഫൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാവുമ്പോഴാണ് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇക്വ. പക്ഷെ അതിനുശേഷം സുപ്രീം കോടതിയിൽ മറ്റൊരു വിധിയുണ്ട്. പൊതുപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ, അന്വേഷണം നടത്തുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് സുപ്രീം കോടതിയുടെ ഒരു ലേറ്റസ്റ്റ് വിധി. നിങ്ങൾ കുറെ നാളുകളായി ഈ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ചെന്നിത്തല അടക്കമുള്ളവരാണ് പറഞ്ഞത്. തീർച്ചയായും സമയപരിമിതി കൊണ്ട് ഒറ്റ കാര്യം കൂടി ശ്രീ PS സലീം, ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസുകാർ കോടതിയിലേക്ക് ഒരു ജാഥ നടത്തുന്നത്, മാർച്ച് നടത്തുന്നത് ഈ ഘട്ടത്തിൽ ആശാസ്യമോ ജനാധിപത്യത്തിന്? ഞങ്ങൾ പൂർണ്ണമായും അത്തരം വൈകാരിക പ്രകടനങ്ങളെ, അത് ഏത് സാഹചര്യങ്ങളാണെങ്കിലും ഏത് നിയമവിരുദ്ധ ഉത്തരവുകൾക്കെതിരാണെങ്കിലും കോടതികൾക്കെതിരെ നടക്കുന്ന ഇത്തരം പ്രതികരണങ്ങളെ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും
അത് ഓൺ ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഏത് സാഹചര്യങ്ങളിലാണ് വ്യക്തമാണ് ശ്രീ പി എസ് സലീം. തീർച്ചയായും ഈ നിലപാടുകൾ രാഷ്ട്രീയമായും നിങ്ങൾ എടുക്കും എന്ന് തന്നെയായിരിക്കും ഒരുപക്ഷെ പ്രതീക്ഷിക്കുക. തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച്, ജഡ്ജിയെ ശവമഞ്ചമാക്കി പ്രതീകാത്മകമായി പ്രതിഷേധമായിട്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ എത്തിയത്. ഇതിനെ കോൺഗ്രസ് അനുകൂലിക്കുന്നില്ലെന്ന് പി എസ് സലീം ഇപ്പോൾ പ്രതികരണത്തിൽ നമ്മളോട് പറഞ്ഞു. ഇതിന്റെ വിശദാംശങ്ങളാണ് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് നൽകിയത്.